JDUവിൻ്റെ സീറ്റ് കുറയുന്ന ഒരു കാഴ്ച കാണുന്നത്. അതേസമയം തളർന്നു നിന്നിരുന്ന ഒരു അവസരത്തിനൊത്ത് ഉയരാൻ പ്രതീക്ഷിക്കാതിരുന്ന പറ്റാതിരുന്ന RJD ഇപ്പോൾ കുതിച്ചുയർന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ RJDയും മഹാസഖ്യവും RJDയും BJPയും ഒപ്പത്തിനൊപ്പം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ NDAയും മഹാസഖ്യവും ഒപ്പത്തിനൊപ്പം എന്ന തരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മറ്റു സീറ്റുകളിൽ, അതായത് പട്ടികജാതി പട്ടികവർഗ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ ഇതുവരെയുള്ള ഒരു കണക്കനുസരിച്ച് BJPക്കാണ് ഇപ്പോൾ മേൽക്കൈ കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി അപ്ഡേഷൻ ഇനി വരാനുണ്ട്. അതുകൂടി വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഇതൊരു സ്ഥിരമായി ഈ തരത്തിലുള്ള ഈ വിജയ ഒരു സാധ്യത നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ കഴിയുക. വീണ്ടും വ്യത്യാസം വന്നിരിക്കുകയാണ്. NDA സഖ്യം വീണ്ടും വലിയ കുതിപ്പെടുക്കുന്നതിന്റെ കാഴ്ച കാണുന്നത് 103-80. അപ്പോൾ ഇതിന്റെ ഒരു ട്രെൻഡിന്റെ സ്വഭാവം പരിശോധിച്ചാൽ ഏതാണ്ട് എല്ലാ സമയത്തും ഇന്ത്യ സഖ്യത്തിന് മേലെ NDA ഒരു നല്ല നമ്പറിലുള്ള വ്യത്യാസം നിലനിർത്തുന്നു എന്നത് തന്നെയാണ്. ഇടയ്ക്ക് NDA ഒന്ന് താഴേക്ക് വരികയും ഒപ്പത്തിനൊപ്പം വരികയും ചെയ്തു. അപ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ താഴേക്ക് അവർ പോയില്ല. ഇന്ത്യ സഖ്യത്തിനൊപ്പം വന്ന് 91 നിന്നു. 91 നിന്നതിന് ശേഷം തിരികെ വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി. ഇപ്പോൾ 25 സീറ്റിന്റെ വ്യത്യാസം പ്രകടമാണ് എന്നത് കാണുക. 7 കോൺഗ്രസ് ആകെ ലീഡ് ചെയ്യുന്നത്. ഇന്ത്യ സഖ്യം മഹാഗഠബന്ധൻ പിന്നെയും വീഴുകയാണ്. 2 സീറ്റ് കൂടി അവർക്ക് കുറയുന്നു. 78 സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. NDA 105. നമ്മൾ കാണേണ്ട കാര്യം 189 സീറ്റിലെ ഫലസൂചനകൾ പുറത്തു വന്ന് കഴിഞ്ഞപ്പോഴാണ് 105 സീറ്റിൽ NDA ലീഡ് ചെയ്യുന്നത് എന്നത് കാണുക. 105ഉം കഴിഞ്ഞ് 110, 15, 120, 122 ആയാൽ 122 സീറ്റിൽ ലീഡ് സ്റ്റേബിളാക്കാൻ പറ്റിയാൽ അത് ഭരിക്കാനുള്ള അധികാരത്തിനുള്ള നമ്പറിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം 122ലേക്ക് വളരെ വേഗത്തിൽ 243-ൽ 122 സീറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ, സ്പർശിക്കുമ്പോൾ അധികാരത്തിൻ്റെ ശീതളിമ വന്നു തുടങ്ങുകയായി എന്ന് കാണാം. പക്ഷെ അത് നിലനിർത്താൻ പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഹാർ ഏത് സമയത്തും മറിയാൻ കഴിയും. വിവിധ മേഖലകളിലെ വോട്ടെണ്ണൽ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ അവിടെയൊക്കെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള പാർട്ടികളുടെ നമ്പർ മെച്ചപ്പെടുകയും അതിനനുസരിച്ച് ടോട്ടൽ ടാലിയിൽ വ്യത്യാസം വരികയും ചെയ്തുകൊണ്ടേയിരിക്കും. എന്തായാലും പക്ഷേ ഇപ്പോൾ NDAയെ സംബന്ധിച്ച് അവരെന്താണോ നേരത്തെ പ്രഖ്യാപിച്ചത്, അവരെന്താണോ നേരത്തെ പ്രകടമാക്കിയ ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തിന് ഉതകുന്ന തരത്തിൽ NDAയ്ക്ക് അനുകൂലമായിട്ട് വോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഫലം വന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നു. ഫലസൂചനകൾ വേഗത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ധനസുമോദ്, ഈ ഫലസൂചന വൈകും, കൗണ്ടിങ് വൈകുമ്പോഴുള്ള ആക്ഷേപം നേരത്തെ ഉന്നയിച്ചിരുന്നുവല്ലോ തേജസ്വി. അതൊന്നുമില്ല, കാര്യങ്ങൾ വേഗത്തിൽ തന്നെ പോകുന്നുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പല മേഖലകളിൽ നിന്നും അതിന് റിസൾട്ട് എത്താനുള്ള ഒരു വൈകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വടക്കൻ ബീഹാറിൽ നിന്നുള്ള ഒരു റിസൾട്ടാണ് വരാനായിട്ട് വൈകുന്നത്. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ RJDയുടെ സീറ്റ് നില വലിയ തരത്തിലുള്ളൊരു മെച്ചപ്പെടുന്ന എന്നുള്ളൊരു റിസൾട്ട് കാണിക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോൾ പോലും ഈ കോൺഗ്രസിൻ്റെ സീറ്റുകൾ അവർ വലിയ തരത്തിലുള്ളൊരു മുന്നേറ്റം നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. ഒരു 10 സീറ്റ് 11 സീറ്റ് എന്നതിന് ഉപരിയായി ഒരു കോൺഗ്രസിന് മുന്നേറ്റം നടത്താൻ കഴിയുന്നില്ല. പക്ഷേ ഒരു 25 സീറ്റിലെങ്കിലും കോൺഗ്രസിന് ലീഡ് നേടുകയാണെങ്കിൽ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം അധികാരം പിടിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പായി പറയാൻ കഴിയും. പക്ഷേ ആ തരത്തിലേക്കുള്ള ഒരു രണ്ടാം കക്ഷിയായി അവരുടെ ഒരു ലീഡ് നിലനിർത്താൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് അവിടെ RJD ആണ്. 144 സീറ്റുകളിലാണ് അവർ മത്സരിച്ചത്. അവർ ലീഡ് നേടുന്നത്. അവർ മത്സരിക്കുന്നത് 2020 ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന പേര് RJDക്ക് തന്നെയായിരുന്നു. ആ പേര് അവർ ഇപ്പോൾ നിലനിർത്തുകയാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി RJD അവരുടെ കുതിപ്പ് മഹാസഖ്യത്തിൽ തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ JDUവിനേക്കാളും ഒരു ഇരട്ടിയോളം BJPക്ക് സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും BJP ഇപ്പോൾ താഴേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ BJPയും JDUവും ഒപ്പത്തിനൊപ്പം നിന്നിരിക്കുകയാണ്. പക്ഷെ അവർക്ക് എങ്കിൽ പോലും ഒരു 41-40 എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു 51-50 എന്ന തരത്തിൽ ടാലി നിലനിർത്താൻ കഴിയുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഒരു JDUവിൻ്റെയും BJPയുടെയും ഉൾപ്പെടുന്ന NDA സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. പക്ഷേ അതേസമയം ഈ ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തുമ്പോൾ അതുപോലെ ഒരു ടാലി എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ RJD നേടുന്ന സീറ്റുകളുടെ ഒരു 10% താഴെ മാത്രമാണ് രണ്ടാം കക്ഷി നേടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു RJD എത്ര വലിയ ഒറ്റക്കക്ഷിയായി കുതിച്ചാൽ പോലും അതിൻ്റെ ഒപ്പം എത്താതെ സഖ്യകക്ഷികൾ കിതക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ബീഹാറിൽ നിന്നും കാണുന്നത്. ശരി, എന്തായാലും 75-111 എന്ന വ്യത്യാസത്തിലേക്ക് എത്തുകയാണ് എന്ന് വെച്ചാൽ ഏതാണ്ട് എത്ര സീറ്റിന്റെ വ്യത്യാസമാണ് എന്നത് കാണുക. 36 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ സഞ്ചാരം.
തുടക്കം മുതലുള്ള ട്രെൻഡ് എടുത്ത് നമ്മൾ പരിശോധിച്ചാലും ഇന്ത്യ സഖ്യത്തിന് ഒരു തവണയോ രണ്ട് തവണയോ മാത്രമാണ് നമ്പറിൽ ഒരു ഇഞ്ചോടിഞ്ച് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. അപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ BJP ഇന്ത്യ സഖ്യത്തിനേക്കാൾ താഴെ പോയിട്ടില്ല. BJP സഖ്യം മുകളിൽ തന്നെയാണ്.